ഹലോ ഫ്രണ്ട്സ്, സോയ ചങ്ക്സ് കൊണ്ട് ഇങ്ങനെയൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷാണിത്. സോയ ചങ്ക്സ് ഇങ്ങനെ ബോളാക്കിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. ഇതിനായി ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ അടച്ചു വെച്ചേക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി, ഒരു വലിയ സവോള, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സവോളയൊക്കെ ഒന്ന് വലുതായിട്ട് അരിഞ്ഞും വെച്ചു. ഇനി എണ്ണ ചൂടാക്കുമ്പോൾ ആദ്യം അതിലേക്ക് ഈ മുഴുവൻ മസാലയാണ് ഞാൻ ചേർത്തത്. പട്ട, കറയാമ്പ്, കുരുമുളക്, ജാതിപത്രിയൊക്കെ ഉണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇനി നമുക്ക് സവോള, ഇതൊക്കെ ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴന്നു വരട്ടെ. അതുപോലെ തന്നെ ഇതിലേക്ക് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എൻ്റെ കയ്യിൽ ബദാമായിരുന്നു ഉണ്ടായിരുന്നത്, ഞാനത് ചേർത്തു. ഏതെങ്കിലും നട്ട്സ് ചേർക്കുന്നത് നല്ലതാണ്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി കൂടി വലുതായിട്ട് മുറിച്ച് അതിലേക്ക് ചേർക്കുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് ഇളക്കി നന്നായി വഴന്നു വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം തണുത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഞാനിത് അരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സോയ ചങ്ക്സ് കുതിർന്നൊക്കെ വന്നിരുന്നു. അത് കഴുകിയെടുത്ത് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചേർത്തു. പിന്നെ ഇവിടെ പെരുംജീരകം 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഇവ രണ്ടും 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇതൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, വല്ലാതെ അരഞ്ഞും പോകരുത്. ഇവിടെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടലമാവ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് പകരം മൈദയായാലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട്, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലൊക്കെയുള്ള ബോൾസായിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. വളരെ സോഫ്റ്റാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇത്. ഇവിടെ ഞാനതെല്ലാം ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തു കോരുകയാണ് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഓരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ടിട്ട് പതുക്കെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഇത് വറുത്ത് കോരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി, അതല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോവും, അകം വെന്ത് കിട്ടത്തില്ല. പിന്നെ ഇത് തിരിച്ചു മറിച്ച് വിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാൻ, കാരണം ഇത് വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോകരുത്. പതുക്കെ അതൊന്ന് തിരിച്ചും മറിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാനിങ്ങനെ എല്ലാ ബോൾസും തിരിച്ചും മറിച്ചും വിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അത് വെന്തോന്ന് തോന്നുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബോൾസും നമ്മളിവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഗ്രേവി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ട മസാലയാണ്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി,
അതുപോലെ ഗരം മസാല കുറച്ച്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ആദ്യം ചേർക്കണം. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കടലമാവ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം എണ്ണയിലേക്ക് കടലമാവ് ഉൾപ്പെടാത്ത ബാക്കിയുള്ള മസാലകളെല്ലാം ചേർക്കുക. അതൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടലമാവ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി അതിൻ്റെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഗ്രേവിയുടെ കൂട്ടുണ്ടല്ലോ, തക്കാളിയും സവോളയൊക്കെ, അതുകൂടി ഇതിലേക്ക് ചേർക്കണം. അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കണം. ഇത്രയും വെള്ളം മതിയാവില്ലെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ആ വെള്ളം തിളച്ച് വരണം. ഉപ്പൊക്കെ നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നെ ക്രീം കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ക്രീം കൂടി ഈ സമയത്ത് ചേർത്താൽ അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തു വയ്ക്കാം. അതല്ലെങ്കിൽ ബോൾസ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗ്രേവി ഒഴിച്ചാലും മതി. ഞാനിവിടെ ഇപ്പോൾ ഈ ഗ്രേവിയുടെ പാത്രത്തിലേക്ക് തന്നെ ഈ ബോൾസ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ബോളും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ആ ചാറ് അല്ലെങ്കിൽ ആ ഗ്രേവി ഒന്ന് അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. തീ ഓഫാണ് ഈ സമയത്ത്. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറിയിടാം. അതുപോലെ തന്നെ കുറച്ച് ക്രീമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ ഈ സോയ ചങ്ക്സ് കൊണ്ടുള്ള കറി. ഇത് വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.